സജ്ജനങ്ങളെ, ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്നത് വളരെ ചെറിയ ഒരു കാരണം കൊണ്ടാണ്. ഓസ്ട്രിയയിലെ നിയുക്ത രാജാവായ ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡിനെ ബോസ്നിയ എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തിലൂടെ സഞ്ചരിക്കവേ അവിടെയുള്ള ഒരു വിദ്യാർത്ഥി വെടിവെച്ച് കൊന്നു. അതൊരു യൂറോപ്പിലുള്ള രണ്ട് ചെറിയ രാജ്യങ്ങൾ തമ്മിലുള്ള ഏതോ ഒരു സ്പർദ്ധയിലുണ്ടായ കാര്യമാണ്. ബോസ്നിയ ഹെർസഗോവിയ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളും കൂടി ഓസ്ട്രിയ ഹംഗറിയുടെ കീഴിൽ കൊണ്ടുവന്ന് ഭരിച്ചിരുന്ന സമയത്തായിരുന്നു. ഈ ഒരു കൊച്ചു കാര്യം കൊണ്ട് ലോകം മുഴുവൻ വ്യാപിക്കുന്ന ഒരു യുദ്ധം ഉണ്ടായി എന്ന് പറയുന്നത് എത്രമാത്രം വിശ്വസനീയമാണ് എന്ന് അറിയില്ലെങ്കിൽ പോലും അതാണ് സംഭവിച്ചത്. പക്ഷെ അതിനുശേഷം നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എല്ലാ രാജ്യങ്ങൾക്കും ഒരു അതിർത്തി ഉണ്ടായതും ഈ അതിർത്തി അനുസരിച്ച് രാജ്യങ്ങൾ പ്രവർത്തിക്കണം എന്നുള്ളതും ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഒരു പരിധിവരെ നിഷേധിക്കപ്പെട്ടതിനുമൊക്കെ കാരണമായത് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ വന്നതിന് ശേഷമാണ് പാസ്പോർട്ട് പോലും നിലവിൽ വരുന്നത്. അതിനു മുമ്പ് മനുഷ്യർക്ക് സ്വൈരവിഹാരം എവിടെ വേണമെങ്കിലും നടത്തായിരുന്നു. സ്വാതന്ത്ര്യത്തോടു കൂടി ഏത് കാഴ്ചയും ഭൂലോകത്ത് ആസകലമുള്ള സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ആസ്വദിക്കാമായിരുന്നു. ആരുടെയും നിയന്ത്രണങ്ങളില്ലാതെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാമായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് കുറച്ചും കൂടെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തുടങ്ങിയത്. പാസ്പോർട്ട് എന്ന് പറയുന്ന ഐഡിയ, വിസ എന്ന് പറയുന്ന ആശയം, അതുപോലെ ഇമിഗ്രേഷൻ, യാത്രയ്ക്ക് ഇന്ന നിബന്ധനകൾ എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം നിയന്ത്രണങ്ങൾ മനുഷ്യരുടെ മുകളിൽ കൊണ്ടുവന്നതും ഇതിനൊക്കെ ശേഷമാണ്. ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള വ്യക്തിത്വവും സ്വാതന്ത്ര്യവും കാത്തു സൂക്ഷിക്കണം എന്നുള്ള ഒരു ത്വരയും അതിൻ്റെ അതിർത്തിക്കുള്ള പ്രാധാന്യവും ഒക്കെ വന്നത്, എംബസികൾ രൂപാന്തരപ്പെട്ട് വന്നത്, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. നാം മനുഷ്യർ എന്തുമാത്രം സ്വതന്ത്രരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ കാലവുമായിട്ട് അപേക്ഷിച്ച് സ്വാതന്ത്ര്യം വളരെ കുറവാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു ജനാധിപത്യത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടുണ്ടാവുന്നതാണ്. ജനാധിപത്യം വന്നപ്പോൾ അത് ജനങ്ങളുടെ മേലുള്ള ആധിപത്യമായി ഏതോ സമയത്ത് മാറി. പക്ഷെ ജനങ്ങൾ അത് മനസ്സിലാക്കാതെ ജനങ്ങളുടെ ആധിപത്യമാണ് എന്ന് കരുതി സ്വാതന്ത്ര്യം എന്നുള്ളത് നമുക്കുണ്ട് എന്നുള്ളൊരു ചിന്തയിൽ ജീവിക്കുന്നത് കൊണ്ട് സംഭവിച്ചതായിരിക്കാം. എന്ത് മാറ്റങ്ങൾ സംഭവിച്ചാലും വ്യക്തിപരമായി എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെയാണ് എന്നുള്ള ഒരു നമ്മൾ എടുക്കുന്നത് കൊണ്ട്, എന്നൊരു രീതി നമ്മളെല്ലാവരും സ്വീകരിക്കുന്നത് കൊണ്ട് രാജ്യത്തും ലോകത്തിലും എന്തൊക്കെ സംഭവിച്ചാലും ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം പേരും. ഇന്നത്തെ എൻ്റെ സംഭവ കഥ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഞാൻ CBIയിൽ പ്രവൃത്തി എടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ടും എൻ്റെ വളരെ അടുത്ത ഒരു കുടുംബ സുഹൃത്തിൻ്റെ മകന് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. ആ കുടുംബ സുഹൃത്ത് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. അദ്ദേഹവും ഭാര്യയും ഒരൊറ്റ മോനുമേ ഉള്ളൂ. അമേരിക്കയിലേക്ക് ചേക്കേറിയിട്ടുള്ള മലയാളികളും ഭാരതീയരും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവർ അമേരിക്കയിൽ പോയി 10 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞ് ഗ്രീൻ കാർഡ് ലഭിച്ച് സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരും. പല കാര്യങ്ങൾക്കായിട്ട് അവരുടെ റിലേറ്റീവ്സ് നാട്ടിൽ കാണും, അച്ഛനമ്മമാർ നാട്ടിൽ കാണും. അപ്പോൾ എല്ലാ അവധിക്കും അവർ നാട്ടിൽ വരുമ്പോൾ അവിടെ വെച്ചിട്ട് അവരൊരു ഇന്ത്യൻ പാസ്പോർട്ട് കൂടി എടുക്കും. രണ്ട് രാജ്യങ്ങളുടെ പാസ്പോർട്ട് കൈവശം വെക്കുന്നത് നിയമവിധേയമല്ല. അതിന് കുറച്ച് നൂലാമാലകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എല്ലാ അമേരിക്കൻ NRIകളുടെ കയ്യിലും രണ്ട് പാസ്പോർട്ട് ഉണ്ടാവും. അമേരിക്കൻ പാസ്പോർട്ടും ഉണ്ടാവും, ഇന്ത്യൻ പാസ്പോർട്ടും ഉണ്ടാവും. കൂടാതെ OCI എന്ന് പറയുന്ന ഒരു കാർഡ്, അത് ഒറിജിൻ ഓഫ് ഇന്ത്യൻ നാഷണൽ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റും കൂടി അതത് എംബസികളിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ടാണ് അവരുടെ യാത്ര വളരെ സുഗമമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. എൻ്റെ ഈ കുടുംബ സുഹൃത്തിൻ്റെ മകൻ കോളേജ് വിദ്യാഭ്യാസം വരെ പഠിച്ചിരുന്നത് അമേരിക്കയിലായിരുന്നു, ന്യൂയോർക്കിലായിരുന്നു. കോളേജിൽ ചേരാനായിട്ട് എറണാകുളത്ത് വന്നു. എറണാകുളത്താണ് അവരുടെ വീട്. എറണാകുളത്ത് അവൻ്റെ ഒരു അങ്കിളിൻ്റെ കൂടെ താമസിച്ചുകൊണ്ട് അവൻ 3 വർഷം കോളേജിലെ ബിരുദ പഠനം പൂർത്തിയാക്കി. അതിനുശേഷം ബിരുദാനന്തര ബിരുദത്തിനായി അമേരിക്കയിലെ ഒരു കോളേജിൽ, വളരെ വിഖ്യാതമായ ഒരു കോളേജിൽ MBAക്ക് അഡ്മിഷൻ കിട്ടി. ഗ്രാജുവേഷന് പഠിച്ചുകൊണ്ടിരുന്ന 3 വർഷവും അവൻ ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിൽ പോയിട്ട് വരുന്നുണ്ടായിരുന്നു. കുടുംബ സുഹൃത്തും ഭാര്യയും ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരികയും തിരിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ നിരന്തരമായിട്ട് ഞാൻ അവരെ കാണാൻ പോകും. ചിലപ്പോൾ എയർപോർട്ടിൽ പോയി വിളിക്കും, ചിലപ്പോൾ തിരിച്ച് എയർപോർട്ടിൽ യാത്ര അയക്കാൻ പോകും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു.
ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അവൻ MBAക്ക് ചേരാനായി അമേരിക്കയിൽ പോകുന്നു എന്ന് അറിഞ്ഞിരുന്നു. ഞാൻ കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞു. പോകുന്നതിന് കുറച്ച് നാൾ മുമ്പ് അവൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, ആൻറ്റി ഞാൻ പോവാണ്, ഇന്ന തീയതിയാണ് പോകുന്നത്, ആൻറ്റിയും കൂടെ ഒന്ന് എയർപോർട്ടിൽ വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാം, കുഴപ്പമില്ല, എപ്പോഴും വരുന്നതല്ലേ, അപ്പം ഞാൻ വന്ന് യാത്ര അയക്കാം എന്ന് പറഞ്ഞു. 2 ദിവസം മുമ്പ്, യാത്ര തിരിക്കുന്നതിന് 2 ദിവസം മുമ്പ് മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലേഖ ആൻറ്റി ഒരു പ്രോബ്ലം ഉണ്ട്, അത് എങ്ങനെയാണ് എനിക്ക് സെറ്റിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല, കാരണം എൻ്റെ വിസ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അത് അമേരിക്കയിലുള്ള പാസ്പോർട്ടിലാണ് ഞാൻ വന്നത്, ഇന്ത്യൻ പാസ്പോർട്ടിൽ തിരിച്ചു പോകാം എന്നാണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കൻ പാസ്പോർട്ടിൽ തന്നെ എനിക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാം, കാരണം മൾട്ടിപ്പിൾ എക്സിറ്റ് എൻട്രി വിസ ആണ് എനിക്ക് അടിച്ചിരിക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ടിൽ. അമേരിക്കൻ പാസ്പോർട്ടിൽ തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് 3 വർഷം കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പം ഞാൻ ഇടയ്ക്ക് പൊക്കോണ്ടിരുന്നത് ഇന്ത്യൻ പാസ്പോർട്ടിലായിരുന്നു. അതുകൊണ്ട് ഇപ്പം എങ്ങനെ തിരിച്ചു പോകണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് വിചാരിച്ചാൽ പ്രശ്നമില്ലാതെ പോകാൻ പറ്റും എന്നെൻ്റെ ട്രാവൽ ഏജൻറ്റ് പറഞ്ഞു. അതുകൊണ്ട് ആൻറ്റിയും കൂടെ ഒന്ന് ഇമിഗ്രേഷൻ ഓഫീസേഴ്സിനോട് ആരോടെങ്കിലും ചോദിച്ചു നോക്കുമോ എന്ന് ചോദിച്ചു. ആ സമയം എനിക്ക് സർവീസിൽ കയറിയിട്ട് 10 വർഷം 11 വർഷം ആയിട്ടേ ഉള്ളൂ. ജില്ലാ SP-മാർക്ക് ഇമിഗ്രേഷൻ നിയമങ്ങളോ വിസ നിയമങ്ങളോ പാസ്പോർട്ട് നിയമങ്ങളെക്കുറിച്ചോ അറിയേണ്ട കാര്യമില്ല. ഒരു കമ്മീഷണറായിട്ട് ജോലി ചെയ്യുമ്പോൾ, അതായത് സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് തിരുവനന്തപുരത്തോ എറണാകുളത്തോ കോഴിക്കോടോ ജോലി ചെയ്യുമ്പോൾ മാത്രമാണ് ഇമിഗ്രേഷൻ ഓഫീസറുടെയും കൂടെ ജോലി ചെയ്യേണ്ടി വരിക. ഓവർ സ്റ്റേയിലുണ്ടോ എന്നൊക്കെ നോക്കേണ്ടതൊക്കെ ആയിട്ടുള്ള ഒരു സെല്ലും കൂടെ കമ്മീഷണറേറ്റിലുണ്ട്. അതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി കാര്യമായിട്ടുള്ള വിവരം ആ സമയത്തില്ലായിരുന്നു. നേരെ അവിടെ ഉണ്ടായിരുന്ന ഇമിഗ്രേഷൻ ഓഫീസറെ ഫോൺ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ നാളെ എൻ്റെ വളരെ ക്ലോസ് ഫാമിലി ഫ്രണ്ടിൻ്റെ മോനുമായിട്ട് അവിടെ വരുന്നുണ്ട്, അപ്പോൾ അദ്ദേഹത്തിന് വെളിയിൽ പഠിക്കാനായിട്ട് പോവുകയാണ്, 2 വർഷത്തെ കോഴ്സിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തോ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അമേരിക്കയിലും അവിടെ ബാക്കിയുള്ളവരോടും ഒക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇമിഗ്രേഷൻ ഓഫീസർ വിചാരിച്ചാൽ കുഴപ്പമില്ല എന്നാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും വരാമൊന്ന് നോക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ മോനോട് വിളിക്കാൻ പറയാമെന്നും പറഞ്ഞു. അങ്ങനെ ഒരു DYSP ഇമിഗ്രേഷനെ ആ കുടുംബ സുഹൃത്തിൻ്റെ മകൻ അവൻ വിളിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം DYSP എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം ഒരു ചെറിയ പ്രശ്നമുണ്ടോ എന്ന് തോന്നുന്നുണ്ട്, എന്തായാലും നാളെ വാ, പോവല്ലേ, അപ്പം ഞാൻ കഴിയുന്നത് നോക്കാം എന്ന് പറഞ്ഞു. കാരണം ഇമിഗ്രേഷൻ ഓഫീസേഴ്സിന് വിടാനുള്ള പവേഴ്സ് ഉണ്ട്. ഈ പണ്ടൊക്കെ നമ്മൾ പറയും ചവിട്ടി കയറ്റുക എന്ന് പറയും, ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഇല്ലാതെ ECNR എന്ന് പറയും, ഇല്ലാതെ വരുന്നവരെ ഇതുപോലെ ഏജന്റുമാർ കൊണ്ടുപോയിട്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കൂട്ടമായിട്ട് കയറ്റിവിടുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അത് ഇറങ്ങുന്ന രാജ്യത്ത് അത് നോക്കുകയില്ല, അയക്കുന്ന രാജ്യത്തിലേ നോക്കുകയുള്ളൂ. ഇവിടെ എത്തിക്കഴിഞ്ഞ പ്രശ്നമില്ല, പക്ഷെ കയറുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ യാത്ര നടക്കില്ല. എന്തായാലും യാത്രയുടെ സമയമായി, വൈകുന്നേരമാണ്, രാത്രിയിലെങ്ങാണ്ടാണ് ഫ്ലൈറ്റ്. അപ്പോൾ വൈകുന്നേരം ഞാൻ പോയി എൻ്റെ ഫാമിലി ഫ്രണ്ടിൻ്റെ മകനെയും ഇരുമ്പനം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് അവൻ്റെ കുടുംബ വീട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്തുകൊണ്ട് എയർപോർട്ടിൽ കൊണ്ടുപോയി. അവിടെ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും നല്ലതായിട്ട് സ്വീകരിക്കും. കസ്റ്റംസ് ഓഫീസേഴ്സ്, പോലീസ്, ഇമിഗ്രേഷൻ എല്ലാവരും നമ്മളെ വളരെ നന്നായിട്ട് സ്വീകരിക്കും. CBI SP അല്ലേ, VIP മുറിയിലിരുത്തി. എന്നിട്ട് അവൻ്റെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു, അകത്ത് ചെക്ക് ചെയ്തു, ബാഗ് കയറ്റി ചെക്ക് ഇൻ ചെയ്തു, ടിക്കറ്റ് ഓക്കെ ആയി, സീറ്റ് നമ്പർ കിട്ടി, ബോർഡിംഗ് പാസ് എടുത്തു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റ് ചെയ്ത് അതെല്ലാം അവസാനത്തെ നിമിഷം അവൻ എൻ്റെ അടുത്ത് പോകുന്നു എന്ന് പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് ഇമിഗ്രേഷൻ കൗണ്ടറിൽ ചെന്നിട്ട് പെട്ടെന്ന് അവിടെ ഒരു ബഹളം ഉണ്ടായി. അപ്പം ഞാൻ സാധാരണ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ഇറങ്ങുകയാണ് പതിവ്, അവനെ അവിടെ നാക്കിയിട്ട് അങ്ങ് ഇറങ്ങുകയാണ് പതിവ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ അവനോട് ടാറ്റ പറഞ്ഞിട്ട് തിരിയുമ്പോൾ തന്നെ അവിടെ ഒരു വലിയ ബഹളം ഉണ്ടായി. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കി എന്തുവാണെന്ന്. അപ്പോൾ കുറേ പേര് ചേർന്ന്, പോലീസ് ഓഫീസേഴ്സും കൂടെ ചേർന്ന് ഇവനെ ഇങ്ങനെ നിർബന്ധമായിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, പോകാൻ സമ്മതിക്കാതെ. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്ന് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അത് വിസ നിയമങ്ങൾ, ഇമിഗ്രേഷൻ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ടാണ് പോകുന്നത്, ഇയാൾ വന്നിരിക്കുന്നത് അമേരിക്കൻ പാസ്പോർട്ടിലാണ്, പോകുന്നത് ഇന്ത്യൻ പാസ്പോർട്ടിലാണ്, അപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടിൽ എൻട്രി വിസ സ്റ്റാമ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എക്സിറ്റ് അടിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമാണ്. എനിക്ക് പെട്ടെന്ന് ആ സമയത്തൊരു ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, ഇപ്പോൾ DYSP അവിടെ ഉണ്ട്, ഞാൻ ചോദിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇങ്ങനെ ഒരാൾ വിളിക്കും, ചോദിക്കും, അതൊക്കെ സംസാരിച്ചിട്ട് നോക്കുവാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ആള് വളരെ ധാർഷ്ട്യത്തോടു കൂടി ദേഷ്യമായിട്ട് എന്നോട് സംസാരിച്ചു. അത് ഇങ്ങനെ ഒരു പ്രശ്നമാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ, മാഡം എന്നോട് കള്ളം പറഞ്ഞല്ലേ, ഇവനും എന്നോട് കള്ളം പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോബ്ലം ആണെന്ന് ഞാൻ അറിഞ്ഞില്ല, ഇതെനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ജോലി പോകും, അനധികൃതമാണ് എന്നൊക്കെ പറഞ്ഞ അയാൾ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി.
മോൻ്റെ പെട്ടിയും സാധനങ്ങളും ഒക്കെ ഫ്ലൈറ്റിൽ നിന്ന് ഓഫ്ലോഡ് ചെയ്ത് ഇറക്കി വെക്കുകയും അതിനുശേഷം ആ ഫ്ലൈറ്റ് അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ഇവന് പോകാൻ പറ്റിയില്ല, ഫ്ലൈറ്റിൽ കയറി പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവൻ അവിടെ നിന്ന് കരച്ചിലോട് കരച്ചിൽ. അപ്പം ഞാൻ പറഞ്ഞു, വാ മോനെ നമുക്ക് തിരിച്ചു പോകാം, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ഇവനെയും കൊണ്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ അപ്പോഴേക്കും നല്ല രാത്രിയായിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നു. ഞാൻ എല്ലാവരോടും ഹസ്ബൻഡിനോടും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് തന്നെ ഇതെല്ലാം വലിയ വാർത്തയായിട്ട് പത്രങ്ങളിലൂടെ വന്നു. ആ വാർത്ത എന്ന് പറയുന്നത് കുറച്ച് മോശമായിരുന്നു. അതായത് SP CBI ഒരു തീവ്രവാദിയെ തള്ളിക്കയറ്റി അയക്കാനായി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുകയും അയാളെ രക്ഷപ്പെടാൻ അനുവദിക്കാത്തതിനാൽ ഇമിഗ്രേഷൻ ഓഫീസറുടെ മെക്കിട്ട് കയറുകയും അവരുമായി വാക്കുതർക്കവും വഴക്കും ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ള മട്ടിലാണ് വന്നത്. അപ്പം ഈ വാർത്ത കണ്ടപ്പോൾ ഞാനങ്ങ് സ്തംഭിച്ചു പോയി. ഇതെന്ത് തീവ്രവാദിയോ? ഒരു 21 വയസ്സ് പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയായിട്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ പെട്ടെന്ന് തീവ്രവാദിയാക്കിയോ? അതുമല്ല, ഞാൻ ചെന്ന് എവിടെയാണ് ബഹളം വെച്ചത്, ഇതെന്താണ് പ്രശ്നം എന്നൊന്നും മനസ്സിലാകാതിരുന്നപ്പോഴേക്കും അതിൻ്റെ പുറകെ ടപ്പെന്നൊരു കേസ് വന്നു. ഒരു ക്രൈം കേസ് എടുത്തിട്ട് അതിനകത്ത് ഇവനെ പ്രതിയാക്കി. ഇമിഗ്രേഷൻ നിയമം, പാസ്പോർട്ട് നിയമം, വിസ റെഗുലേഷൻ ചട്ടങ്ങൾ ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവനെ പ്രതിയാക്കുകയും ആ കേസിനകത്ത് എന്നെയും പ്രതി ചേർക്കണമെന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് പോവുകയും ചെയ്തു. ഇതെല്ലാം വളരെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് ആ സമയം തോന്നിയത്. അന്ന് ഇമിഗ്രേഷൻ എല്ലാം നോക്കിയിരുന്നത് കേരള പോലീസിൽ നിന്ന് തന്നെയുള്ള ഓഫീസേഴ്സായിരുന്നു. ഒരു DYSP ആയിരുന്നു ഇമിഗ്രേഷൻ്റെ ചാർജുള്ള ഒരു ഓഫീസർ. അതിന് താഴെ ഇൻസ്പെക്ടർമാരും താഴെ ബാക്കി പോലീസുകാരും ബാക്കി ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട്. ഇത് ഇൻ്റലിജൻസിൻ്റെ ADGPയുടെ കീഴിലായിരുന്നു ഈ ഇമിഗ്രേഷനും കൂടെ വന്നിരുന്നത്. പിന്നീടാണ് ഇമിഗ്രേഷൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്ക് പോയത്. അപ്പോൾ ഇൻ്റലിജൻസ് ADGP ആയിരുന്ന ഉദ്യോഗസ്ഥൻ അന്ന് എന്തുകൊണ്ടോ അദ്ദേഹത്തിന് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അത് അദ്ദേഹത്തിനോട് എന്നോടുള്ള പേഴ്സണലായിട്ടുള്ള വിരോധമാണോ അതോ ആ ഇമിഗ്രേഷൻ DYSP പറഞ്ഞ് ഫലിപ്പിച്ച കാര്യങ്ങളാണോ? അയാൾ അറിയാതെ, മനസ്സാ വാചാ കർമ്മണ അറിയാതെ ഞാൻ പെട്ടെന്ന് ഈ ഒരു പയ്യനെയും കൊണ്ടു ചെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവനെ കയറ്റിവിടാനായിട്ട് പ്രഷർ ചെലുത്തി എന്നുള്ള തെറ്റായ വിവരം പറഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല. അദ്ദേഹം എന്നെ കാണാനോ എന്നോട് സംസാരിക്കാനോ കൂട്ടാക്കിയില്ല. പിന്നീട് അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞു അദ്ദേഹം പണ്ടൊരു അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ MD ആയിട്ടിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു റിലേറ്റീവ് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ, ഒരു വർക്ക് ചെയ്യാനാണ്. അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടാണ്. ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ ഒരു വർക്ക് ചെയ്തതിൻ്റെ എന്തോ ഒരു പ്രശ്നം അദ്ദേഹമായിട്ട് നേരിട്ട് സംസാരിക്കാനായിട്ട് ഒന്ന് അദ്ദേഹത്തിനോട് ചെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് വരും എന്നൊന്ന് പറഞ്ഞേക്കാമോ എന്ന് ചോദിച്ചു. അതനുസരിച്ച് ഞാൻ ചെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, സാർ എൻ്റെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ് ആണ് ഇനി ഒരു വ്യക്തി, അദ്ദേഹം ഒരു ഇൻട്രൊഡക്ഷൻ തരുമോ എന്ന് ചോദിച്ച് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അതൊന്ന് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് വന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം ചിരിച്ചിട്ട് വരാൻ പറയൂ എന്നൊക്കെ പറഞ്ഞു. അത് പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഒരു റെക്കമെൻഡേഷനുമായിട്ട് വന്നിരിക്കുന്നു ശ്രീലേഖ ഇതുപോലുള്ള ഒരു വ്യക്തിയാണ്, ഇങ്ങനെ ഭർത്താവിൻ്റെ ബന്ധത്തിൽ ഉള്ള ആർക്കോ വേണ്ടി റെക്കമെൻഡേഷൻ പറയുന്ന ഒരു ഓഫീസറാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നുള്ള മട്ടിൽ അദ്ദേഹം വേറൊരു ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു എന്നും ഞാൻ അറിഞ്ഞു. അപ്പം ഞാനൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. കാരണം ഇതൊക്കെ വളരെ സർവ്വസാധാരണമായി പോലീസിൽ സംഭവിക്കാറുള്ളതാണ്. ഒരു വ്യക്തിക്ക് വേണ്ടി പറയുക, പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ഇത് അദ്ദേഹം എന്തോ ഒരു പേഴ്സണലായിട്ട് ഞാനൊരു എല്ലാവരെയും റെക്കമെൻഡ് ചെയ്ത് നടക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണെന്നുള്ളൊരു ധാരണ അപ്പോൾ വന്നതാണോ അതോ പിന്നീട് എൻ്റെ മുഖം ഇഷ്ടമില്ലാത്തത് കൊണ്ട് വന്നതാണോ എന്താണെന്ന് അറിയില്ല. ത്രൂ ഔട്ട് അദ്ദേഹം എന്നോട് വലിയ സ്നേഹമൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹവും DGPക്ക് വളരെ സ്ട്രോങ് ആയിട്ട് എന്നെയും ഈ കേസിൽ പ്രതി ചേർക്കണം എന്നെഴുതി അറിയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ മോൻ ഈ കേസിൽ പ്രതിയായി എന്നറിഞ്ഞപ്പോൾ തൊട്ട് അവനങ്ങ് പെട്ടെന്ന് അവിടെ നിന്ന് പോയി, കേരളത്തിൽ നിന്ന് മാറി നിന്നു. മദ്രാസിലും ബോംബെയിലും ഡൽഹിയിലും ഒക്കെയുള്ള ബന്ധുക്കളുടെ കൂടെ അങ്ങ് മാറി നിന്നു. കാരണം അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ജയിലിൽ കിടക്കും. ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്ത് അതിനിടയിൽ കൂടെ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ വിസ എടുത്ത് എനിക്ക് തോന്നുന്നു 1.5-2 മാസത്തോളം സമയമെടുത്തു. ഒരു വിസ സ്റ്റാമ്പ് ചെയ്ത് പാസ്പോർട്ടിൽ കിട്ടി. കേസ് ഹൈക്കോടതിയിൽ കൊണ്ട് ക്വാഷ് ചെയ്യിച്ചിട്ടൊക്കെയാണ് തിരിച്ചു പോയത്. അമേരിക്കയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അന്നൊരു പ്രശ്നവും ഉണ്ടായില്ല. ഞാൻ ഇടപെട്ടത് തെറ്റായ കാര്യത്തിന് വേണ്ടിയായിരുന്നു എന്ന് എനിക്ക് പോലും അന്ന് അറിയില്ലായിരുന്നു. തെറ്റായിരുന്നു, അത് ശരിയല്ല, നിയമപരമായി 100% ശരിയുള്ള കാര്യമായിരുന്നില്ല അത്. ഇതുപോലെയുള്ളൊരു വലിയ പ്രശ്നത്തിലേക്ക് അത് നയിക്കാൻ കാരണം മാസങ്ങളോളം പത്രങ്ങൾ അതിങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. നിത്യേന അതിനെപ്പറ്റിയുള്ള വാർത്തകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ വലിയ രീതിയിൽ അതിനെപ്പറ്റി ഒരു വാർത്ത പരക്കാനുള്ള കാരണം അന്വേഷിച്ചപ്പോഴാണ് അത് അറിഞ്ഞത്. ഈ എയർപോർട്ട് കേന്ദ്രീകരിച്ച് ഞാൻ ചെയ്തിരുന്ന റെയ്ഡുകളുടെയും അതുപോലെയുള്ള കേസുകളുടെയും ഒക്കെ വൈരാഗ്യത്തിൻ്റെ ഒരു പരിണിത ഫലമായിരുന്നു അത്. കസ്റ്റംസ്, ഇമിഗ്രേഷൻ, എയർപോർട്ട് സ്റ്റാഫ്
അതുപോലെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും കൂടെ ചേർന്ന് നിരന്തരമായി എയർപോർട്ട് റെയ്ഡ് ചെയ്യുന്ന CBI SP-ക്ക് ഇട്ടൊരു പണി എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ എൻ്റെ തല അവരുടെ മുമ്പിൽ കൊണ്ട് വെച്ചു കൊടുത്തത്, ഇതുപോലെയുള്ള ഒരു കാര്യവുമായിട്ട്. അപ്പൊ ഈ DYSP എന്ന് പറയുന്ന ആള് എന്നെ വിളിച്ച് സംസാരിക്കുമ്പോഴോ എൻ്റെ ഫാമിലി ഫ്രണ്ടിന്റെ മകനെ വിളിച്ച് സംസാരിക്കുമ്പോഴോ ഇതുപോലെയുള്ള ഒരു പ്രശ്നമുണ്ടെന്നുള്ള മട്ട അറിയാത്ത പോലെ ഞാൻ ചെയ്യാം, നിങ്ങളെങ്കിൽ പോകുന്നേരെ എന്നുള്ള മട്ടി സംസാരിച്ചതും ഇതുപോലൊരു വൻ വിവാദമാക്കി എനിക്കൊരു പണി തരാൻ വേണ്ടിയിട്ടായിരുന്നു. അത് പിന്നീടാണ്, ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. CBI ഡയറക്ടർ എന്നോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്തു. CBI ഡയറക്ടറോട് ഞാൻ ഈ കാര്യം വിളിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശ്രീലേഖ വിഷമിക്കണ്ട, എനിക്കറിയാം വാട്ട് എ ഗുഡ് ഓഫീസർ യു ആർ എന്നുള്ളത് എനിക്കറിയാം. only when the mangoes are abundant will there be any stones thrown to the mango tree എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം എനിക്ക് ഒരുപാട് മോറൽ സപ്പോർട്ട് ആ സമയം തന്നു. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്നെ പിടിച്ചു നിൽക്കാൻ, പത്രക്കാർ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എൻ്റെ ഡയറക്ടർ എൻ്റെ കൂടെ ഉണ്ടല്ലോ, എൻ്റെ ഡിപ്പാർട്ട്മെന്റ് എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള സ്ട്രെങ്ത് എനിക്കുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹം നേരിട്ട് DGP വിളിച്ച് പറഞ്ഞു, ഇത് സ്റ്റുപ്പിഡ് തിങ്, ഇതിന്റെ പേരിൽ എൻ്റെ ഓഫീസറെ ഹരാസ് ചെയ്യാൻ പറ്റില്ല, ഇതിനകത്ത് കേസൊന്നും എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹവും വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് ഊരിപ്പോയെങ്കിലും CBI SP ആയിട്ട് ജോലി ചെയ്യുന്ന ആ സമയത്ത് വളരെയധികം ടെൻഷൻ എനിക്ക് തന്നിരുന്ന, മാസങ്ങളോളം ടെൻഷൻ തന്നിരുന്ന ഒരു വാർത്തയായിരുന്നു ഇത്. ഇതിനേക്കാളും ഏറെ പ്രശ്നമുണ്ടായത് എനിക്ക് ആ കുടുംബം ആയിട്ടുള്ള ഒരു ചെറിയ അകൽച്ച കുറച്ചെങ്കിലും സമയം തോന്നിയിരുന്നു. കാരണം ഇത്രയും ആയിട്ടും അവൻ എൻ്റെ അടുത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ ഒരു കഷ്ടം സഹിക്കേണ്ടി വന്നല്ലോ, ഈ മോൻ എന്തുകൊണ്ട് വിശദമായിട്ട് പറഞ്ഞില്ല എന്നുള്ളൊരു ഫീലിംഗ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് അവൻ്റെ പ്രോബ്ലം അല്ല, കാരണം അവനും യങ്ങാണ്, അവനും അറിയില്ല ഇതിനെപ്പറ്റി. ഇത് മനസ്സിലാക്കി ചെയ്യേണ്ട, കുറച്ചും കൂടെ നല്ല രീതിയിൽ പഠിച്ച് ചെയ്യേണ്ട ആൾ ഞാൻ തന്നെയായിരുന്നു. എനിക്ക് പറ്റിയ തെറ്റാണ് അത്, അതുകൊണ്ട് ഞാനത് അനുഭവിച്ചല്ലേ മതിയാവും. ഇതുപോലെയുള്ള കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും ഉപാധികളും നിയമങ്ങളും ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഒരു വലിയ അഴിമതിയുടെ ഒരു കുരുക്ക് വീണ് കിടപ്പുണ്ട്. ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചവിട്ടിക്കയറ്റൽ എന്ന് പറയുന്നതും ഇതുപോലെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരെയും കയറ്റി വിടുന്നു എന്നുള്ള കാര്യവും നിലനിൽക്കുന്നു, ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ആ DYSP എന്നോട് സംസാരിച്ചപ്പോഴും ആ മോനോട് സംസാരിച്ചപ്പോഴും ഞങ്ങൾ ചെയ്തോളാം എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തതിൽ നിന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ എത്രമാത്രം നിയന്ത്രണങ്ങളാണോ സർക്കാർ കൊണ്ടുവരുന്നത്, അതുപോലെയുള്ള അഴിമതികളും ആളുകൾക്ക് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കാശ് സമ്പാദിക്കാനുള്ള ഒരു പോംവഴിയും കിട്ടുകയാണ് ചെയ്യുന്നത്. ഒരു പഴയ കഥ കേട്ടിട്ടുണ്ട്. മഹാരാജാവ് അഴിമതിക്കാരനായ ഒരു മന്ത്രിയോട് പറഞ്ഞു, എവിടെ ചെന്നിരുന്നാലും ഭയങ്കരമായിട്ട് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിക്കും. അപ്പോൾ അയാളോട് പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യണ്ട, പോയി തീരത്തിരുന്നു കൊണ്ട് തിര എണ്ണ, ഒരു ദിവസം എത്ര തിര തീരത്ത് വന്ന് അടിയുന്നു എന്നെണ്ണിക്കൊണ്ട് അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച ഒരു കഥ ഓർമ്മ വരുന്നുണ്ട്. ഇയാൾ അവിടെ ചെന്നാൽ ശരി, മഹാരാജാവ് കൽപ്പിച്ച പോലെ എന്നും പറഞ്ഞ് അയാൾ പോയി തീരത്തിരുന്നു കൊണ്ട് തിര എണ്ണാൻ തുടങ്ങി. അതിൽ നിന്നും അയാൾ കാശ് വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഓരോ വള്ളം അടുക്കുമ്പോഴും അയാൾ പറയും, നിക്ക് വള്ളം അടുക്കരുത്, നിങ്ങൾ വള്ളം കൊണ്ടുവന്നു കഴിഞ്ഞാൽ വെള്ളം ഇറക്കാനും പാടില്ല, അടുക്കാനും പാടില്ല, കാരണം അതൊക്കെ തിരയുടെ എണ്ണം തെറ്റിക്കും, തിരയുടെ ഇത് ഒരു വരുന്ന ഒഴുക്ക് തെറ്റിക്കും, അതുകൊണ്ട് നിങ്ങൾ അവിടെ നിൽക്കെന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ടാണ് തിര എണ്ണി തീർത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ അഴിമതി കാണിക്കണം എന്നുള്ളത് ഈ നിയമം എന്തുമാത്രം കർശനമാക്കുന്നു, അതോടുകൂടി കാണിക്കണം എന്നുള്ളവർക്ക് എവിടെ വേണമെങ്കിലും കാണിക്കാം എന്ന് വീണ്ടും തെളിയിച്ച് തന്ന, അല്ലെങ്കിൽ അതിനൊരു സ്കോപ്പ് ഉണ്ട് എന്ന് ചിന്തിപ്പിച്ച വേറൊരു സംഭവമാണ് ഈ സംഭവം. സസ്നേഹം, ശ്രീലേഖ.